എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആകർഷണം എന്നത് വൈകാര്യമോ പ്രണയമോ ലൈംഗികമോ ശാരീരികമോ സൗന്ദര്യാത്മകമോ ആയ താല്പര്യം, ആഗ്രഹം അല്ലെങ്കിൽ അടുപ്പത്തെ വിവരിക്കുന്നു, അല്ലേ? ഈ ആകർഷണത്തെ പൂർണ്ണമായും പ്രണയം നിറഞ്ഞതാണെന്ന് പലരും തെറ്റായി മുദ്രകുത്തുന്നു. എന്നാൽ ഒരാളിൽ താല്പര്യം തോന്നുന്നത് മുതൽ ഒരാളുടെ രൂപഭാവത്തെ അഭിനന്ദിക്കുന്നതുവരെ പല വികാരങ്ങളും ആകർഷണമായി തന്നെ കരുതപ്പെടുന്നു. മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതിലും നിങ്ങളുടെ പിന്തുണാ ശൃംഖലയെ കെട്ടിപ്പടുത്തുന്നതിലും ആകർഷണം എന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതിനി ഏത് രൂപത്തിലായാലും ശരി. ഈ ആകർഷണം എന്നതിന് പല പല രൂപങ്ങളുണ്ടാകാം. ഒരേ സമയം ഒന്നിലധികം തരം അനുഭവിക്കാനും കഴിയും. ഇന്നിപ്പോൾ സാധാരണമായ ആകർഷണം എന്നത് ലൈംഗിക പശ്ചാത്തലത്തിലാണ് ചിന്തിക്കുന്നത്, അല്ലേ? അതവിടെ നിൽക്കട്ടെ. ആന്തരികമായ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനായി എപ്പോഴും ജപിക്കാനാകുന്ന ഒരു മന്ത്രത്തെ പറഞ്ഞു തരാം. മന്ത്രം ഇതാണ്: ഓം ജ്ഞാനം ധ്യാനം ശാന്തം ഹരി. ഒരിക്കൽ കൂടി പറയാം, കേട്ടോളൂ. ഓം ജ്ഞാനം ധ്യാനം ശാന്തം ഹരി. ഇത് ഒരു ശക്തമായ ആകർഷണ മന്ത്രമാണ്. ഈ മന്ത്രത്തെ ജപിക്കുന്നതിലൂടെ ആന്തരികമായ ആകർഷണീയത, തേജസ്, വ്യക്തിത്വം എന്നിവ വർദ്ധിക്കുന്നു. ആളുകളെയോ ലക്ഷ്യങ്ങളെയോ അവസരങ്ങളെയോ കൂടുതൽ അടുപ്പിക്കുന്ന ശക്തമായ ഊർജം ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. നിത്യവും ജപിക്കുക. നല്ല മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേരൊന്ന് കമന്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.